السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. സ്നേഹമുള്ള വിശ്വാസിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളെ
അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്വർഗം ലഭിക്കാൻ സഹായകമാകുന്ന ഒരു സൽക്കർമ്മമായി ഈ സംസാരത്തെ, കേൾവിയെ, ഇതിൻ്റെ സംഘാടനത്തെ അല്ലാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ചയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാൻ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടുന്നത്. അതിൻ്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഇന്ന് ഇസ്ലാമികമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നിടത്ത്, കൊണ്ടു നടക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു സംസാരം കൊണ്ട് അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള പ്രത്യേകിച്ച് പുരുഷന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും എൻ്റെ മുമ്പ് കുടുംബജീവിതം തുടങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് കുറേ വർഷത്തെ കുടുംബജീവിതം നയിച്ച് പരിചയമുള്ള, ഒരുപക്ഷെ ചിലരുടെയെങ്കിലുമൊക്കെ മക്കൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു അമ്മോശനായി, അമ്മായിയമ്മയായി, ചിലരെങ്കിലും വല്ലിപ്പയായി, വല്യമ്മയായി ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. ചിലർ ഏറ്റവും അടുത്ത സമയത്ത് വിവാഹിതരായവരും, വളരെ അപൂർവം ചില ആളുകളെങ്കിലും, പ്രത്യേകിച്ച് സഹോദരിമാരിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുമൊക്കെ ഉണ്ടാകും. അല്ലാഹു വിവാഹിതരായ ആളുകൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം നൽകി, വിവാഹം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിലൊരുപാട് കണ്ണികളുണ്ട്. ഭാര്യയും ഭർത്താവുമുണ്ട്, ഉമ്മയും ബാപ്പയുമുണ്ട്, അതുപോലെ തന്നെ മകനും മകളുമുണ്ട്, പേരക്കുട്ടികളുണ്ട്, വല്ലിപ്പയുണ്ട്. ഇങ്ങനെയൊക്കെ കൂടിച്ചേർന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ തലങ്ങളെയും സമഗ്രമായി പറഞ്ഞു പോവുക എന്നത് ഇത്തരത്തിലുള്ള ഒരു സമയത്തെ ഒരു സംസാരം കൊണ്ട് സാധ്യമാകുന്നതല്ല. ഇസ്ലാമിക കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും മാതാവും പിതാവും മക്കളുമൊക്കെ അവരവരുടെ വ്യക്തി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമികമായ വീട് കൊണ്ടു നടക്കുന്നിടത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മാങ്കാവിനടുത്തുള്ള ഒരു കുളങ്ങര പീടിക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇസ്ലാമിക കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എല്ലാ മാസവും പരമ്പരകളായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിൻ്റെ 4 ക്ലാസ് പൂർത്തി, ഏകദേശം ഒരു 10-12 ക്ലാസ്സുകൾ ആണ് ആ വിഷയത്തിലെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത്ര വിശദമായി പറയുന്നൊരു കാര്യത്തെ ഒരു വിജ്ഞാനവേദിയിൽ മുഴുവനാക്കി പറയുക എന്നത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളാകുന്ന ഇണകൾ, ഭാര്യയും ഭർത്താവും, മാതാപിതാക്കളും മക്കളും, നമ്മൾ കുടുംബത്തിലെ ഏത് റോളിലാണോ ഉള്ളത്, അതിൽ പല റോളിലും ഉള്ളവരാണ്, ഒന്നിലധികം റോളുകളിലുള്ളവരാണ് മഹാഭൂരിപക്ഷ ആളുകൾ. നമുക്കൊക്കെയും
നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പാലിക്കാവുന്ന ഒരു കാര്യം ഇങ്ങനെ പോയിൻ്റാക്കി ഇൻഷാ അല്ലാഹ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പറയുന്ന 12 കാര്യങ്ങൾ എല്ലാം എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. ചിലത് ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ടതായിരിക്കും, ചിലത് മക്കളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിരിക്കും, ചിലത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നതായിരിക്കും. അതിലേതാണോ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്തതാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ ഞാൻ അതിനെ നിലനിർത്തുമെന്നും തീരുമാനമാണ് നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇടയിലുള്ള, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ എന്ന് പഠിപ്പിച്ചത്. ഒരുപക്ഷെ ഈ ഒരു സ്റ്റേജ് ഏറ്റവും കൂടുതൽ കേട്ട ഒരായത്തായിരിക്കും ആ ഒരായത്ത്. എല്ലാ നിക്കാഹ് ഖുതുബകളിലും ആവർത്തിച്ച് പറയുന്ന ആയത്താണ് വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ എന്ന ആയത്ത്. അപ്പൊ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. ഏതൊരു ബന്ധത്തിൻ്റെയും നിലനിൽപ്പിൽ അനിവാര്യമായുള്ള ഘടകമാണ് സ്നേഹം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് പറയാനുള്ളത്, ആ സ്നേഹം എന്നതിനെ നിഷ്കളങ്കമാക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വിജയിക്കാനാവുക. ഇപ്പം നമ്മളെന്നാ ചിന്തിച്ച് നോക്കി, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഇണയെ നിഷ്കളങ്കമല്ലാതെ സ്നേഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മയും ബാപ്പയും മക്കളെ നിഷ്കളങ്കമല്ലാതെ സ്നേഹിക്കുന്നുണ്ടോ? മക്കൾ തിരിച്ച് ഉമ്മാനെയും ബാപ്പാനെയും ഒരു കാപട്യത്തോടു കൂടി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ഉണ്ട് എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് സ്നേഹം നിഷ്കളങ്കമാകണം. സ്നേഹം നിഷ്കളങ്കമാകാൻ സ്നേഹത്തിനൊരടിസ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. പക്ഷെ സ്നേഹത്തിനുണ്ടാകേണ്ട ഒരു അടിസ്ഥാനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാകണം നമ്മുടെ സ്നേഹം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഈ ഹദീസ് നമ്മൾ പലതവണ കേട്ടതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം ആസ്വദിക്കാനാകുമെന്നാണ്. 3 കാര്യം ഒരാൾ തൻ്റെ ജീവിതത്തിൽ കണിശമായി കൊണ്ടു നടന്നാൽ, ഈ പറയുന്ന 3 സവിശേഷ ഗുണങ്ങൾ ഒരാളിൽ ഒത്തുചേർന്നാൽ വജദ ഹലാവത്തൽ ഈമാൻ, അവൻ ഈമാനിന്റെ മധുരം അനുഭവിക്കും, ആസ്വദിക്കും. അൻ യകൂന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹു റസൂലായിരിക്കണം മറ്റെന്തിനേക്കാളും അവന് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ലോകത്ത് എന്തിന് സ്നേഹിക്കുന്നതിനേക്കാളും, ലോകത്ത് ആര് നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും, ഏത് വിഷയത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമാകണം. രണ്ടാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. അവൻ ഒരാൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അവൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഇല്ലാലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ. അപ്പൊ അയാൾ ആര് സ്നേഹിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാകണം. ഒരു മുസ്ലിം ലോകത്ത് ആര് സ്നേഹിക്കുമ്പോഴും ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം, ആ സ്നേഹം പടച്ചോന് വേണ്ടിയാകണം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതിനെ എങ്ങനെയാണോ അവൻ വെറുക്കുന്നത്, അതേ വെറുപ്പ് സത്യത്തിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിട്ട് ആ സത്യത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വിഷയത്തിൽ അവനുണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ തീർച്ചയായും അവന് ഈമാനിന്റെ മധുരം ആസ്വദിക്കാനാകുമെന്നാണ് പഠിപ്പിച്ചത്. ഒന്നാമത് പറഞ്ഞത് അല്ലാഹു റസൂലായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മൂന്നാമത് പറഞ്ഞത്
ദീനിന്റെ വഴിയിൽ ഹിദായത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് തിരിച്ചു പോകുക എന്നുള്ളതിനോട് മനസ്സിൽ വെറുപ്പുണ്ടാകണം. സഹോദരങ്ങളെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹം പടച്ചോന് വേണ്ടിയാകണം. ഇനി ഈ ഹദീസിന്റെ ഈ ഒരു വാചകത്തെ നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കൊന്ന് എടുത്തു നോക്കി. ലോകത്തെ എല്ലാ ഭാര്യമാരും ഭർത്താവിനെ സ്നേഹിക്ക് വേണ്ടിയാകുക. ലോകത്തെല്ലാ ഭർത്താവും തൻ്റെ ഇണയെ സ്നേഹിക്കുന്നത് പടച്ചോന് വേണ്ടിയാകുക. എല്ലാ ഉമ്മയും ബാപ്പയും മക്കളെ, എല്ലാ മക്കളും അവരുടെ മാതാപിതാക്കളെ, എല്ലാ ജ്യേഷ്ഠ അനുജ സഹോദരന്മാരും പരസ്പരം അവരുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് പടച്ചോന് വേണ്ടിയാണെങ്കിൽ ആ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ? ആ സ്നേഹത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കോ? ആ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു ചതിയും വഞ്ചനയും നമ്മൾ കാണിക്കോ? സഹോദരങ്ങൾ, നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി. ഈ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത്, ഓരോ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഓരോ മാതാവും പിതാവും മക്കളെ സ്നേഹിക്കുന്നത്, മക്കൾ തിരിച്ചു മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പടച്ചോന് വേണ്ടിയാണോ? ഓരോ ഭർത്താവും ഭാര്യയെ സ്നേഹിക്കുന്നത് ഓൾക്ക് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ഒരു അടയാളമുണ്ട്. അതെന്താണെന്നറിയോ? ഓളടുത്ത് നല്ല ഉഷാറായിരിക്കും പെരുമാറ്റം. ഇപ്പം എങ്ങോട്ടേലൊന്ന് പോകണം, ഒരു കമ്പനി ആയിട്ട് ട്രിപ്പ് പോകണം. അപ്പം എല്ലാവരും പാടെ അങ്ങനെ കൂടി തീരുമാനിച്ചു, ഇനിയിപ്പോൾ 1-2 ദിവസം ലീവാണ്, എന്നാൽ നമുക്കൊന്നിങ്ങനെ മൈസൂർ കൂടി ഒന്ന് പോയി നോക്കാം എന്ന് തീരുമാനിച്ച് നമ്മളാ പോണ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരടുത്ത് എത്തിയിട്ട് കൂട്ടുകാരന്മാരോട് ഇങ്ങനെ പറയണം, ചങ്ങായി ഓളടുത്തൊന്നൊന്ന് കഴിച്ചില്ല കണ്ടായൊരു ഇടങ്ങേറ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓളം മുന്നേ എങ്ങനെ സോപ്പിട്ട് സംസാരിച്ചിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക? ഇങ്ങോട്ട് പുറത്തെത്തിയിട്ട് നമ്മൾ പറയണം. അന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഭാര്യമാരെ ട്രോളുക എന്നുള്ളത്, അല്ലേ? ഭാര്യമാരെ ട്രോളുക എന്നുള്ളത് ചില ആൾക്കാരൊക്കെ പറയാറുള്ളത് പെണ്ണ് കെട്ടിയ കാല് കെട്ടി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനുള്ളൊരു വഴി തുറന്നിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പെരുമാറ്റം നമ്മൾ നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ സംസാരിക്കുക, പറയുക, അത്തരം ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ശരിക്കും നമ്മളൊരു നിഷ്കളങ്കമായ സ്നേഹം നമ്മളുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. ഓളെ മുന്നൊന്ന് ഓളെ സ്നേഹിച്ചു, ഓള് കാണാത്തപ്പോ ഓളെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞല്ലോ നമ്മള്. അതല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചതെങ്കിൽ ഓളെ മുന്നൊന്ന് മാത്രമല്ല, ഓളെ കാണാത്തപ്പോഴും പടച്ചോൻ എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവും. അത് തിരിച്ച് ഭാര്യമാർക്കും ഉണ്ടാകും. ഞാൻ അയാളെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അയാൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ മാത്രമല്ല അയാളെ കുറിച്ചുള്ളൊരു നല്ല വർത്താനോ നല്ല പെരുമാറ്റം എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്കിടയിലുള്ള സ്നേഹം നിഷ്കളങ്കമാകാൻ ഓരോരുത്തരും അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നതാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മളെല്ലാവരും സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ മനുഷ്യൻ പിശുക്ക് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആയിഷ ബീബിയെ വിളിച്ചിരുന്നത് ആയിഷ എന്ന് തികച്ച് വിളിക്കാതെ ചില ഹദീസുകളിലൊക്കെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ആയിഷ്, ഒരു ഓമനത്വത്തോടുകൂടി ആയിഷ ബീബിയെ വിളിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഇരിക്കണം ഓരോരുത്തരും ആലോചിച്ച് നോക്കണേ. പ്രത്യേകിച്ച് നമ്മൾ ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള, നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ, ഞാൻ ജില്ല പാലക്കാടാണെങ്കിലും മലപ്പുറത്തിനോട് ചേർന്നുള്ള ആളാണ്. നമുക്കുള്ളൊരു സ്വഭാവം എന്താ വെച്ചാൽ, എത്ര ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ സ്വന്തമായി ഒരു പേരുള്ള എത്ര ആൾക്കാരുണ്ടാവും? നോക്കിയെന്ന് വിളിക്കും, നോക്കാന്നും വിളിക്കും, അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഈ പരിപാടി വിജ്ഞാനവേദി കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഒരാൾ ഇങ്ങോട്ട് ഈ വരാന്തിയിൽ നിന്ന് നോക്കാന്ന് വിളിച്ചാൽ ആരാ നോക്കണ്ടത്? കേട്ടോലൊക്കെ നോക്കും, അല്ലേ? ഒരു തിരക്കിന്റെ ഇടയിൽ നിന്ന് ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനെ വിളിക്കണമെങ്കിൽ നോക്കിയെന്ന് വിളിച്ചാൽ ആരൊക്കെ നോക്കണ്ടത്? കേട്ടോലൊക്കെ നോക്കൂലേ?
അത് എൻ്റെ ഭാര്യയാണ് വിളിച്ചത്, എന്നെയാണ് വിളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകണ കോലത്തിൽ ഒരു ഓമനത്വമുള്ളൊരു വിളി നമുക്കിടയിലുണ്ടാവും. അത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. അതുകൊണ്ടാണ് യാ ആയിഷ് ഹാദാ ജിബ്രീൽ യുഖ്രിഉകി സലാം. ആയിഷ ബീവി വിളിക്കാണ്, ജിബ്രീൽ നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അവരെ വിളിക്കാനൊരു പേരില്ലേ? നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ ഓമനിച്ച് വിളിക്കണ സമയത്ത്, സ്നേഹത്തോടു കൂടി വിളിക്കണ സമയത്ത് നിങ്ങൾ ഇട്ട പേരും ഇനീഷ്യലും കൂട്ടി വിളിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ആരെങ്കിലും നമ്മളെ കുട്ടികളെ പേരും ഇനീഷ്യലും കൂട്ടി വിളിച്ചിട്ടാണോ സ്നേഹം പ്രകടിപ്പിക്കല്? അല്ല. അവരെ വിളിക്കാൻ നമുക്കൊരു ഓമന പേരുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭാര്യയെ വിളിക്കാൻ അങ്ങനെ ഒരു ഓമന പേരുണ്ടോ? അത്തരമൊരു പേരുണ്ടാകുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഈ ഓട്ടമത്സരത്തിനൊന്നും നമ്മളെ നാടും സാഹചര്യത്തിലും നമ്മളെ കുടുംബ സാഹചര്യത്തിലൊന്നും പറ്റൂല. പക്ഷേ അതൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. അങ്ങനെ ആത്മാർത്ഥമായി മനസ്സിലുള്ള ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ഇപ്പൊ അമ്മായിമ്മയും മരുവളും ഉണ്ടാവും. വന്ന അന്ന് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വന്നന്നും അതിന്റെ പിറ്റേന്നൊക്കെ സ്വന്തം മകളെ കൊണ്ടുനടക്കണ പോലെ കൊണ്ടുനടക്കും. അപ്പം അയലോകത്തത് ഒരു താത്ത ഒരു 4 മണി ചായക്ക് ഇങ്ങനെ പെരയ്ക്ക് വരും. ഇങ്ങോട്ട് കൊടുക്കണ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്തോ ഇപ്പൊ തന്നെ തലയിൽ കയറ്റി വെച്ചോട്ടോ, പിന്നെ എനിക്ക് മനസ്സിലാവും. അതോടുകൂടി നിർത്തി. പിന്നെ എങ്ങനെ എന്താ വെച്ചാൽ ഒരു കള്ളനും പോലീസും കളിച്ചണ മാതിരി ഇങ്ങനെ മസിൽ പിടിച്ച് നിന്നാലേ ഉള്ളൂ ഈ കുടുംബം കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളൊരു തോന്നല് ആ അമ്മായിമാന്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കുകയാണ്. ആരെങ്കിലും ഒരാള് ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ അത് ചില ആൾക്കാർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റൂല. അങ്ങനെയല്ല. നമ്മുടെ മനസ്സിലുള്ള സ്നേഹം നമ്മുടെ ഇണകൾക്ക് മനസ്സിലാകണം. നമ്മുടെ മനസ്സിലുള്ള സ്നേഹം നമ്മുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാകണം. നമ്മളുടെ മനസ്സിലുള്ള സ്നേഹം മക്കൾക്ക് മനസ്സിലാകണം. ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് മക്കളോട് സ്നേഹമൊക്കെ വേണം, പക്ഷേ വല്ലാണ്ട് നമ്മളങ്ങോട്ട് ഓമ്പിച്ചാൽ അങ്ങോട്ട് താലോലിച്ചാൽ അവർ കയ്യിന്ന് പോകും എന്ന് വിചാരിച്ചിട്ട് പ്രകടിപ്പിക്കൂല. ഉള്ളിൽ ഭയങ്കര സ്നേഹകാരം. പ്രത്യേകിച്ച് വാപ്പാർക്ക് നല്ല സ്നേഹം ഉണ്ടാവും കുട്ടികളോട്. നമ്മളെ കുട്ടികളോട് വെറുപ്പുണ്ടാവും. പക്ഷെ വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സുപ്രീം കോടതിയായി ഇങ്ങനെ ഇരുന്നിട്ട് ഒച്ചടാനും ചൂടാകാനും ദേഷ്യപ്പെടാനും മാത്രമുള്ള ഒരാളായിട്ട് മാറുമ്പോൾ നമ്മളുടെ മനസ്സിൽ സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകൂല. പുതിയ കാലത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാപ്പയമ്മയൊക്കെ ഒരു തന്ത വൈബായി പഠിപ്പിച്ചു കൊടുക്കാൻ പുറത്ത് ആൾക്കാരുണ്ട് അല്ലേ? നമ്മളുടെ ഉപദേശങ്ങളൊക്കെ ഒരു തന്ത വൈബ് എന്നുള്ളതാണ് 2024 ഉണ്ടായൊരു പുതിയ വേർഡ് എന്നാണ് മലയാള മനോരമ പത്ര സപ്ലിമെന്റ് ഇറക്കിയത്. മലപ്പുറം ജില്ലയിലെ 2 കുട്ടികൾ ഉണ്ടാക്കിയ വാക്കാണത്. അപ്പം എന്തായാലുള്ളത്, നമ്മൾ എന്ത് ഉപദേശം കൊടുത്താലും അതൊക്കെ എന്ന് പറഞ്ഞാൽ 90-ലെ വസന്തങ്ങളുടെ ഉപദേശമാണ് എന്ന് പറഞ്ഞ കുട്ടികൾ മാറ്റി വെക്കും. നമ്മൾ വെറും ചീത്ത പറയാനും ദേഷ്യപ്പെടാനും ഒച്ചുണ്ടാക്കാനും മാത്രമല്ല എൻ്റെ വാപ്പാക്കും ഉമ്മാനോട് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാകണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് ഫാത്തിമ ബീവിയോടൊക്കെ പെരുമാറിയത് ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാനാകും. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത്, നമ്മുടെ സ്നേഹം നിഷ്കളങ്കമാകണം കുടുംബത്തിൽ ഓരോ അംഗങ്ങളും തമ്മിൽ. രണ്ടാമത്തത്, നമ്മൾ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മനസ്സുണ്ടാകണം. ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മനസ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിങ്ങനെ കട്ടൻ ചായ കുടിക്കുകയാണ്. ഈ കട്ടൻ ചായക്കൊരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ കിട്ടേണ്ടിന്ന് ഒരു പാൽ ചായയാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ കട്ടൻ ചായ നമ്മൾ കുടിച്ചാൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉണ്ടാവോ? നമ്മൾ ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മേശമ്മ വേറൊരു ഫുഡ് കൊടുന്ന് വെച്ചു, അയക്ക് നോക്കിയാണ്ട് അതാണല്ലോ ഇപ്പൊ എനിക്ക് കിട്ടേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ ഈ തിന്നണീന് വല്ല രസം ഉണ്ടാവുമോ? ഇതേ കാര്യത്തിലുണ്ട്. നമുക്ക് കിട്ടിയ ഭാര്യയെ നമ്മൾ ഉൾക്കൊള്ളണം, നമുക്ക് കിട്ടിയ ഭർത്താവിനെ ഉൾക്കൊള്ളണം, മക്കളെ ഉൾക്കൊള്ളണം, ഉമ്മാനെ ബാപ്പാനെ ഉൾക്കൊള്ളണം, വീടിനെ ഉൾക്കൊള്ളണം, ജോലിയെ ഉൾക്കൊള്ളണം. ഏതൊരു കാര്യത്തെ ഇത് പടച്ചോൻ തന്നതാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നോ ആ കാര്യത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മയ്യഖുദു അന്നി ഹഉലാഇൽ കലിമാത്ത് ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മയ്യഅമലു ബിഹിന്ന.
ഞാൻ കുറച്ച് വാക്കുകൾ പറയാൻ പോകുകയാണ്, ചില കാര്യങ്ങൾ പറയാൻ പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിൽ നിന്ന് ഇത് കേൾക്കാനും പഠിക്കാനും പകർത്താനും, ഇത് പഠിക്കാൻ ഒരുക്കമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരുക്കമുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പറഞ്ഞു അന യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ ഞാൻ അതിന് റെഡിയാണ്, ഞാൻ അത് പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് 5 കാര്യം എന്നെ എണ്ണി പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, നീ ഹറാമുകളെ സൂക്ഷിക്കണം, എങ്കിൽ നിനക്ക് ഏറ്റവും നല്ല ഇബാദത്ത് എടുക്കുന്ന മനുഷ്യനായി ജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ ഉപദേശം, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. ഇതാണ് നമ്മളെ പോയിന്റ്. വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ഓഹരിയെ തൃപ്തിപ്പെടുക. തകുൻ അഗ്നൻ നാസ്, എങ്കിൽ നീയായിരിക്കും ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ള മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രണ്ടാമത്തെ ഉപദേശത്തെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ. വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് തന്ന ആ ഒരു ഓഹരിയെ നീ തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നൻ നാസ്, നീയായിരിക്കും ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ള ആള്. ഈ പെണ്ണ് എൻ്റെ ഭാര്യയായി വരണമെന്ന് പടച്ചോൻ തീരുമാനിച്ച, അല്ലാഹ് എനിക്ക് വിധിച്ചതാണ് എൻ്റെ ഭാര്യയെ, അതുകൊണ്ട് അവളിൽ നിന്നുണ്ടാകുന്ന പടച്ച റബ്ബ് എനിക്ക് വിധിച്ച കാര്യമാണ് എന്ന നിലക്ക് നിങ്ങൾ അങ്ങോട്ട് ഉൾക്കൊണ്ട് നോക്കൂ. ഏറ്റവും സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാൻ പറ്റും. പടച്ചോൻ എൻ്റെ മക്കള് ഇത് പടച്ചോ റബ്ബ് എനിക്ക് തീരുമാനിച്ച മക്കളാണല്ലോ, അവരെ ഞാൻ ഉൾക്കൊള്ളണം, എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ അവരോട് പെരുമാറണം എന്ന് തീരുമാനിച്ച് ആ മക്കളെ ഒന്ന് ഉൾക്കൊണ്ടു നോക്കൂ. ആ മക്കളുമൊത്തുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഓരോ പെണ്ണും നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവിനെ പടച്ചോനെ ഇത് അല്ലാഹ് തെരഞ്ഞെടുത്തെന്നതാണ്. എനിക്ക് ആകാശവും ഭൂമിയും പടക്കുന്നതിൻ്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹ് എനിക്ക് തീരുമാനിച്ചൊരു ഭർത്താവിൻ്റെ കീഴിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വിശ്വസിച്ച് ഭർത്താവിനോട് കൂടെ ഏറ്റവും സന്തോഷമുള്ള ഭാര്യയായി ജീവിക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതല്ല ഇപ്പോഴും എനിക്ക് കിട്ടേണ്ട എൻ്റെ ജോലിക്ക്, എൻ്റെ സ്റ്റാറ്റസിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ അവസ്ഥകൾക്ക്, എൻ്റെ ശാരീരിക സൗന്ദര്യത്തിന് ഒന്നും പറ്റിയ പെണ്ണിനെ അല്ലല്ലോ എനിക്ക് കിട്ടിയത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷത്തെ കണ്ടെത്താൻ നമുക്ക് പറ്റുക? ഞാനൊക്കെ നല്ലോണം പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കോഴ്സും കൂടി പൂർത്തിയാക്കാൻ പറ്റാതെ വാപ്പ പിടിച്ച് കെട്ടിച്ചതുകൊണ്ട് ഉണ്ടായതാണ് ഇങ്ങനെ എന്ന വിചാരം 10 കൊല്ലമായിട്ടും ജീവിക്കണതെങ്കിൽ എങ്ങനെയാണ് ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ആ ഓഹരിയെ, അല്ലാഹ് വീതിച്ചു തന്ന ആ വിഹിതത്തെ നീ ഉൾക്കൊള്ളുക. നിനക്ക് അവിടെ സംതൃപ്തി, സമാധാനം, ഐശ്വര്യം കാണാൻ കഴിയും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം, അപ്പോൾ നീ തികഞ്ഞ വിശ്വാസിയാകും. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമ, നിനക്ക് കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്കും കിട്ടണേ എന്ന് നീ കൊതിക്കണം, മുസ്ലിമാകാനാകും. വലാ തുക്സിറു ളഹിക് ഫഇന്ന കസറ ളഹിക് തുമീതുൽ ഖൽബ്, നീ ചിരി അധികരിപ്പിക്കരുത്, അത് നിന്റെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. അതാണ് 5 കാര്യം. അതിൽ രണ്ടാമത്തെ കാര്യം, കിട്ടിയതെന്താണോ, കിട്ടിയ വീടിനെ, കിട്ടിയ ഭാര്യയെ, കിട്ടിയ ഭർത്താവിനെ, കിട്ടിയ മക്കളെ, കിട്ടിയ ജോലിയെ, സാമ്പത്തികാവസ്ഥയെ, ആരോഗ്യത്തെ, ശരീരത്തെ, വാഹനത്തെ, എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെയൊക്കെ പടച്ചോൻ തന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളൂ. ഏറ്റവും സന്തോഷമുള്ള ജീവിതം നയിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നാലാമത്തെ കാര്യം, നമുക്കിടയിൽ ഒരു മാനസികമായ അടുപ്പമുണ്ടാകണം. ഓരോരുത്തരും ഉമ്മാന്റെയും വാപ്പാന്റെയും ഇടയിൽ, ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെ ഇടയിലൊക്കെ മനസ്സടുപ്പം ഉണ്ടാകണം. ഈ മനസ്സടുപ്പം എന്ന് പറഞ്ഞാൽ
20 കൊല്ലം കൂടെ ജീവിച്ചതുകൊണ്ട് മനസ്സടുത്തു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 20 ദിവസം കൂടെ ജീവിച്ചാലും മനസ്സിലാക്കാനാകും. ഓരോ പെണ്ണും ചിന്തിക്കേണ്ടത്, പടച്ചോനെ, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്ന ഒരു ദർജയിലേക്ക് ഞാൻ ഉയർന്നിട്ടുണ്ടോ? ഓരോ ഭർത്താവും ചിന്തിക്കേ, എൻ്റെ ഭാര്യയുടെ മനസ്സു പറയാതെ അറിയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി ഫദഖല അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ വമഅഹു സിവാകുൻ റത്ബുൻ ഫനദറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് ഫീ ബൈതി. ആയിഷ ബീവി പറയണ, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത്. വഫീ യൗമി, എനിക്ക് നിശ്ചയിച്ച ആ ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. വബൈന സഹരി വനഹരി, എൻ്റെ മടിത്തട്ടിലായിക്കൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, അങ്ങനെ ആ മരണത്തിന്റെ സമയത്ത് അവസാന നിമിഷങ്ങളിൽ ഫദഖല അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ വമഅഹു സിവാക്. അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ, ആങ്ങള, ഞങ്ങളുടെ ആ റൂമിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സിവാക്കുണ്ട്, ഒരു അറാക്കിൻ്റെ ബ്രഷ് ഉണ്ട്. അത് കുറച്ചൊരു പച്ചയായിട്ട് ഇങ്ങനെ ഒരു കട്ടിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള അറാക്കാണ്. ഫനദറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിവാക്കിലേക്ക്, ആ അറാക്കിന്റെ ആ ഒരു കഷ്ണത്തിലേക്ക്, ആ ബ്രഷിലേക്ക് ഒന്ന് നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഫവനന്തു അന്ന ലഹു ഫീഹി ഹാജ. അപ്പൊ എനിക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ഇതിന്റെ വേറെ സംഭവങ്ങളിൽ നമുക്ക് കാണാം. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, റസൂലെ, നിങ്ങൾക്ക് ബ്രഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതേന്ന് പറയാൻ പറ്റണില്ല. ആ അവസാന നിമിഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം സഹോദരന്റെ കയ്യിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അതിന് വാങ്ങിയിട്ട് വായിലിട്ട് പാകപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് ബ്രഷ് ചെയ്തെടുത്ത് വൃത്തിയാക്കി കൊടുത്തു. എന്നിട്ട് ആയിഷ ബീവി പറയുന്നുണ്ട്, എൻ്റെ ഉമിനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും കൂടിച്ചേർന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ വിളിച്ചിട്ട്, ആയിഷ, എനിക്കൊന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ഫനദറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയറി വന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ആ സിവാക്കിലേക്ക് റസൂൽ ഒന്ന് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി നബിക്ക് ബ്രഷ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു നോട്ടത്തും വന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വായിച്ചു എന്നാണ് ആ സംഭവത്തിൽ ആയിഷ ബീവി പറയുന്നത്. നമ്മളൊക്കെ ഭാര്യയും ഭർത്താവുമായി ജീവിച്ച വർഷങ്ങളെക്കാളും എത്രയോ ചെറിയ വർഷേ ആയിഷ ബീവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ചലിക്കുമ്പോൾ മനസ്സ് കൊതിക്കുന്നത് എന്താണ് എന്ന് വായിക്കാൻ പറ്റുന്ന ഒരു മനസ്സടുപ്പം ആയിഷ ബീവിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിലുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു മനസ്സടുപ്പമുണ്ടോ ഇണകൾ തമ്മിൽ? ഞാൻ ചോദിക്കണത്, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നെ കൂട്ടിയാ പറയണേ, നമ്മൾ പോയി നമ്മളെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിയാൽ 10 കൊല്ലായി അല്ലെങ്കിൽ 20 കൊല്ലായി, ചിലരൊക്കെ 25, 30 കൊല്ലായി ഒന്നിച്ച് ജീവിക്കണു. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് തുടങ്ങിയാൽ ഓൾക്കുള്ള അളവിലും ഓൾക്ക് പറ്റിയ കളറിലും ഓൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലും ഉള്ള ഡ്രസ്സ് വാങ്ങാൻ ഞാൻ ഒറ്റക്ക് പോയാലും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ഈ ഇരിക്കണ നമുക്ക് എത്ര ആൾക്കുണ്ടാവും? അയാൾക്ക് ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അയാളുടെ മധുരവും ഉപ്പും പുളി ഏരിയൊക്കെ എത്രയാണെന്നുള്ള അളവ് ഇപ്പോഴും മനസ്സിലാകാത്ത എത്ര ആൾക്കാരുണ്ടാവും? പിന്നെ മാനസികമായ എന്തടുപ്പമാണ്. അയാളൊന്ന് നോക്കിയാൽ, അവള് നമ്മളൊന്ന് തിരിച്ചു നോക്കിയാൽ, എന്തെങ്കിലും ഒന്ന് കൈകൊണ്ടൊന്നൊരു ആംഗ്യം കാണിച്ചാൽ ആ മുഖത്ത് നിന്ന്, ആ ആംഗ്യത്തിൽ നിന്ന് ആ ഭർത്താവിന്റെ ഭാര്യയുടെ മനസ്സിനെ വായിക്കാൻ പറ്റുന്ന ഒരു അടുപ്പം നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ട സഹോദരങ്ങളെ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ അടുപ്പം ഉണ്ടാകുമ്പോഴാണ്
യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുക. ഇനി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കൊരു സംഭവം കാണാൻ പറ്റും. ഇപ്പോ ഹഫ്സ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ സഫിയ റളിയല്ലാഹുവിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യകളുടെ പരമ്പരയിൽ വരുന്ന ഭാര്യമാരാണ്. സഫിയ റളിയല്ലാഹു അൻഹ അഹ്ലു കിതാബിന്റെ കുടുംബ പരമ്പരയിൽ വരുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, അതായത് നിങ്ങൾ എന്ന് പറഞ്ഞാലും ഇവിടെ വലിയ കുടുംബക്കാരും ബന്ധക്കാരും ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ബിൻതുൻ യഹൂദി എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലു കിതാബിന്റെ പരമ്പരയിൽ വരുന്ന ഒരാളല്ലേ എന്ന് പറയുന്ന ഒരു വാക്ക് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്നുണ്ടായി. അത് സഫിയ റളിയല്ലാഹു അൻഹയെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓടിയെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാ നീ കരയണത്? ആ സമയത്ത് പറഞ്ഞു, റസൂലേ, ഇതാ എന്നെ കുറിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ആ വിളിച്ച വാക്ക് സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആ സമയത്ത് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയോട് പറയാണ്, വ ഇന്നകി ലഇബ്നതു നബിയ്യിൻ വ ഇന്ന അമ്മകി ലനബിയ്യുൻ വ ഇന്നകി ലതഹ്ത നബിയ്യിൻ ഫഫീമ തഫ്ഖറു അലൈക്. സഫിയ, നീ ഒരു നബിന്റെ കുട്ടിയാണ്, നിന്റെ പിതൃവ്യൻ ഒരു നബിയാണ്, നീ ഇപ്പൊ ജീവിക്കണത് ഒരു നബിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ സഫിയ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ ഉപ്പ ഇങ്ങനെ പരമ്പര പോകുമ്പോൾ ചെന്ന് മുട്ടുക മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. അപ്പൊ നിങ്ങളെപ്പാന്റെ ഒപ്പം ഇങ്ങനെ പോയാൽ നിങ്ങളൊരു ഉപ്പ ആരാണ്? നബിയാണ്. ആ ഉപ്പാന്റെ സഹോദരനാണ് മൂത്താപ്പ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ ജ്യേഷ്ഠനാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ പിതൃവ്യൻ, നിങ്ങളുടെ മൂത്താപ്പ ഒരു നബിയാണ്. ഇപ്പൊ നിങ്ങള് ജീവിക്കണത് ഞാനാകുന്ന നബിക്ക് കീഴിലാണ്. ഇങ്ങനെ പറയാൻ പറ്റണ ആരെങ്കിലും ഓരോ കൂട്ടത്തിലുണ്ടോ സഫിയ? പിന്നെ ഈ എന്തിനാ കരയണേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം. അവിടെ നോക്കി നിങ്ങൾ, നമ്മളെ പെരയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ പെരയിൽ ചെന്നപ്പോൾ ഇങ്ങനെ നമ്മൾ റൂമിലാകുമ്പോൾ നമ്മളെ സ്വകാര്യ സമയത്ത് എന്തോ ഒരു സങ്കടം വന്ന് നമ്മളെ മുന്നിലാണ് കരഞ്ഞു, നമ്മളെങ്ങനെ പ്രതികരിക്കുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യൻ 100 കൂട്ടം തിരക്കും കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കണ്ണീരും കരച്ചിലും എന്നാണോ പറയാ? അതല്ല, ആശ്വസിപ്പിക്കണം, എന്തെങ്കിലും ഒരു വർത്താനം പറയാൻ നമ്മളെ കൊണ്ട് പറ്റലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെ പറയാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? ആ നാടിന്റെ ഭരണാധികാരിയല്ലേ, സർവ്വസൈന്യാധിപനല്ലേ, 100,000 തിരക്കുകൾ പറയാൻ പറ്റുന്ന ഒരാളല്ലേ? നബി പറഞ്ഞോ ഇജാതി തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ ഈ കണ്ണീരും കരച്ചിലും കാണാനെന്നാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, സമാധാനിക്കാവുന്ന, ഇനി ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് ആരടുത്തുനിന്ന് കേൾക്കേണ്ടി വന്നാലും ആ വാക്കിലൊന്നും ഒരിക്കലും സങ്കടപ്പെടാതിരിക്കാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ ആശ്വാസത്തിന്റെ ഒരു വാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെയൊക്കെ സന്തോഷിക്കാൻ ആർക്കാ സഫിയ പറ്റുക? ഇനി അപ്പുറത്തുള്ളത് ഹഫ്സ റളിയല്ലാഹു അൻഹയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. കുറ്റപ്പെടുത്താൻ പറ്റുമോ? വേദനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒറ്റ വാക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയോട് പറഞ്ഞതുള്ളൂ റളിയല്ലാഹു അൻഹ, ഇത്തഖില്ലാ യാ ഹഫ്സ. ഹഫ്സ, ഓരോ വാക്ക് പറയുമ്പോഴും പടച്ചോനെ സൂക്ഷിച്ച് പറയണം കേട്ടോ. കഴിഞ്ഞു. സഹോദരങ്ങളെ, എത്ര രമ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇണകളുടെ കണ്ണീര് തുടച്ചത്. ഇങ്ങനെ മനസ്സിലാക്കി ഇടപെടാൻ പറ്റുന്ന ഒരു ഭാര്യയും ഭർത്താവുമാകാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അഞ്ചാമത്തെ കാര്യം, നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായ ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ചരിത്രമാണ് അബൂദർദാ റളിയല്ലാഹു അൻഹുവും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ വേളയിൽ മുഹാജിറായി വന്നൊരു സ്വഹാബിയെയും അൻസാരിയായിട്ടുള്ള സ്വഹാബിയെയും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് നിശ്ചയിച്ചു കൊടുത്ത കൂട്ടത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളാക്കി നിശ്ചയിച്ചു കൊടുത്തത്. അപ്പൊ തൻ്റെ സഹോദരന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി വരികയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്.
അപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ ഉമ്മുദ്ദർദാഇന്റെ വസ്ത്രധാരണം കണ്ടപ്പോൾ ഒരു പഴഞ്ചൻ വസ്ത്രധാരണ രീതിയിലാണ് അവരുള്ളത്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചത്? ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അബൂദർദാഇന് ഞാനുമായി ബന്ധപ്പെട്ട് ഈ ദുനിയാവിൽ ഒരാവശ്യമല്ല. എല്ലാ പകൽ സമയവും എല്ലാ ദിവസവും പകൽ മൂപ്പര് നോമ്പിലായിരിക്കും, എല്ലാ ദിവസവും രാത്രി മുഴുവൻ നിസ്കാരത്തിലായിരിക്കും. അപ്പം ഞാനും ഒരു ഇണ എന്ന നിലക്ക് ഞാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ ആരെ കാണിക്കാനും ആർക്ക് വേണ്ടിയാണ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത്? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അതിഥിയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു അവർക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളിട്ടോ, എനിക്ക് നോമ്പാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, നിങ്ങളെ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. അവസാനം അതിഥിക്ക് വേണ്ടി സുന്നത്ത് നോമ്പ് ഒഴിവാക്കാം, അദ്ദേഹം സുന്നത്ത് നോമ്പ് ഒഴിവാക്കി അതിഥിയുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിച്ചു. രാത്രി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ തങ്ങി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കിടക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാനെ പിടിച്ചു, കൂടെ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റു, വീണ്ടും അവിടെ കിടക്കാൻ പറഞ്ഞു. രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന സമയത്ത് രണ്ടാളും എഴുന്നേറ്റു, നിസ്കരിച്ചു. രാത്രികാരം കഴിഞ്ഞ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാഇനോട് പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹഖ വലി നഫ്സിക അലൈക ഹഖ വലി അഹ്ലിക അലൈക ഹഖ. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്, ആ ബാധ്യത നിർവഹിക്കണം. അതുകൊണ്ട് ഇബാദത്തും കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. വലി നഫ്സിക അലൈക ഹഖ, നിങ്ങളുടെ ശരീരത്തോടും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമവും കാര്യമൊക്കെ കൊടുക്കണം. വലി അഹ്ലിക അലൈക ഹഖ, താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തോട് ഇണയോട് ചില ബാധ്യതയുണ്ട്, ആ ബാധ്യതയും നിർവഹിക്കണം. എന്നിട്ട് രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി പ്രഭാതത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫദക്കറ ദാലിക ലഹു ഫഖബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ സൽമാൻ, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നബി എന്നാൽ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? സദഖ സൽമാൻ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ഭാര്യക്ക് കൊടുക്കേണ്ട സമയം ഭാര്യക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്. ഇത് എന്തിനു മാറ്റി വെച്ചതാ? നോമ്പിനും രാത്രി നിസ്കാരത്തിനും മാറ്റി വെച്ചിട്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തിരുത്തിയതും ആ തിരുത്തൽ ശരിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. നമ്മൾ എന്തിനാ സമയം ചെലവാക്കണേ? ചില ആൾക്കാർ അങ്ങനെ കുത്തിരിക്കും അങ്ങാടിയിൽ, ഒരാവശ്യം ഉണ്ടാവില്ല. ഇശാസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. ഞാൻ പറയണേ, ഇന്നിപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിന് വന്നതാണ്, ഇങ്ങനത്തെ കാര്യമല്ല പറയണത്, വെറുതെ അങ്ങാടി കുത്തിരിക്കും. ഇനി അങ്ങനെ വീട്ടിൽ ചെന്ന ആ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ രാവിലെ വായിച്ച പേപ്പർ തന്നെ പിന്നെ എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ വായിച്ച് പിന്നെ ഇങ്ങനെ പെരയിൽ കയറിയാൽ ആ റൂമിൽ ഇങ്ങനെ കടന്നു കണ്ട് ആ വാട്സപ്പ് തോണ്ടി ഫേസ്ബുക്ക് തോണ്ടി അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി അങ്ങനെ കുത്തിരിക്കും അല്ലേ? അതിൻ്റെ ഇടയിൽ എപ്പോഴേലോ കോള് ചോറ് വിളമ്പി വെച്ച് കണ്ട് എന്നാൽ ചോറുന്നല്ലേ വയ്ക്കും, തിന്നുകാണ്ട് നമ്മൾ കൈ കഴുകി നമ്മൾ വീണ്ടും നമ്മളെ കട്ടിലുമക്കും പോവും, ഓള് നേരെ അടുക്കളയ്ക്കും പോവും. പാത്രവും ഇതൊക്കെ കഴുകി അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് നമ്മളെ ഭാര്യയെ പരിഗണിക്കാൻ പറ്റുമോ? ഈ വാട്സപ്പും തോണ്ടി ഫേസ്ബുക്കും തോണ്ടി ഫോണ് കളിച്ചിരുന്നിട്ട് നമ്മളെ ഭാര്യയെ പരിഗണിക്കാൻ നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ 24 hour ബിസിനസ് മാത്രം മനസ്സ് കൊണ്ടെടുക്കുന്ന ചില മനുഷ്യന്മാരുണ്ടാവും. ഓനെയും കൂട്ടി ടൂർ പോയാൽ കൂടൽക്കും കൂടി സ്വൈരം ഉണ്ടാവില്ല. ഓൻ്റെ വിളി മുഴുവൻ അപ്പോഴും ബിസിനസ് ആകാരം. ഓനായിട്ട് എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോയില്ല, അവിടുന്ന് ഈ ബിസിനസ് ആകാരം. പെരിയിൽ വന്നാലും അതിനേക്കാരം. നമുക്ക് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയം ഭാര്യയ്ക്ക് കൊടുക്കാൻ, അവളെ കേൾക്കാനും അവളോട് പറയാനും നമുക്ക് പറ്റിയോ? നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും നോമ്പിനും സമയം കൊടുത്ത മനുഷ്യനോട് ഭാര്യനോട് ചില ബാധ്യതയുണ്ടോ എന്ന് തിരുത്തിയ മതമാണ് ഇസ്ലാം എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര തിരുത്തണം? ഞാൻ പറഞ്ഞത് ബാധ്യതകൾ നമ്മുടെ മനസ്സിൽ ബോധ്യമുണ്ടാകണം. ഇനി പെണ്ണിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഅ റജുലു സൗജതഹു ലിഹാജതിഹി ഫൽതഅതിഹി വഇൻ കാനത് അല തന്നൂറ. ഒരുനെ ഭർത്താവ് വിളിച്ചാൽ
ഓൾ അടുപ്പിൻ്റെ അടുത്താണെങ്കിലും അത് അവിടെ ഒഴിവാക്കിയിട്ട് ഭർത്താവ് വിളിച്ചോടത്ത് ചെല്ലണം. അങ്ങനെയൊക്കെ നമ്മളെ പെരിയിൽ നടക്കണമെങ്കിൽ നമ്മൾ സ്വപ്നലോകത്ത് ജീവിക്കേണ്ടി വരും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ, മൂപ്പർ എന്തോ ഒരാവശ്യത്തിന്, ഇപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള ആവശ്യത്തിന് വിളിച്ചാൽ പോലും ചെല്ലണം എന്നാണ് ഈ ഹദീസിന്റെ ശരിയായ വിശദീകരണം. ഇനി അതൊന്നും വേണ്ട, മൂപ്പർ ഇറങ്ങാൻ നേരത്തെ എന്തോ ഒരു സാധനം തരാൻ വേണ്ടി വിളിച്ചതാണ്. 1 മിനിറ്റ് അറിയും, ചിലപ്പോ ദപ്പ വരട്ടില്ല അറിയും. ആ ഇപ്പോകന്റെ സമയം എത്രയെന്നുള്ളത് അള്ളാഹു ആലം അല്ലേ? ആ ഇപ്പൊ എപ്പോഴാ കാരം ഇങ്ങോട്ടൊരു കുറേ നേരം കഴിഞ്ഞിട്ട് എടി ഞാൻ അന്നെ എത്ര നേരമായി വിളിക്കണോ, ഞാനത് മറന്നു പറയും. ഇങ്ങനെ ഈ ഒരു മറവി ഒരു ഇപ്പൊ വരൽ നമ്മൾ ആ തിരക്കുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റാത്തൊരവസ്ഥ പെണ്ണിനുണ്ടോന്ന് പെണ്ണും ചിന്തിച്ചു നോക്കണം. വെറും അലക്കാനും കഴുകാനും തുടക്കാനും മാത്രമല്ലതല്ല കുടുംബജീവിതം എന്നുള്ള ബോധ്യം ഉണ്ടാക്കണം. അതിൻ്റെ അപ്പുറത്ത് ഇപ്പൊ പലപ്പോഴും നേരിട്ട് സംസാരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വാട്സപ്പ് ചാറ്റ് ചെയ്യാണ്. രണ്ടാളും കയ്യിലും ഫോണാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഓൺലൈനിൽ ഇഷ്ടം പോലെ സംഭവം നമുക്ക് ലഭ്യമാകുന്ന ഒരു കാലമാണ് അല്ലേ? പണ്ടൊക്കെ അമ്മമാരെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു വെച്ചാൽ 10ാം ക്ലാസ്സൊക്കെ ഇങ്ങനെ 8ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ തന്നെ കുട്ടികളോട് പറയും, ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒരു 4 പണി പഠിച്ചു വെച്ചോട്ടോ, നാട്ടുകാരോടൊക്കെ പോകണ്ടാണ് പറയും. ഇപ്പൊ ഒരു പേടി, കയറി ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ബിരിയാണി വെക്കാൻ ഒരു പേടിയില്ലല്ലോ. നേരെ യൂട്യൂബ് ഓണാക്കുക, ആ താത്ത എത്ര അളവിലാണ് പറയണ വെച്ചെങ്കിൽ ആ അളവിൽ ഇങ്ങനെ പൊടിയിട്ട എല്ലാവരും റെഡിയാണ്. അതുകൊണ്ട് തന്നെ കേക്കും മടക്കും ഉണ്ടാക്കിയിട്ട് സമയം തികയാത്തൊരവസ്ഥ കുടുംബജീവിതത്തിലുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട അനിവാര്യമായ സമയങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഇനി മക്കളുടെ കാര്യത്തിലും തന്നെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട സമയം അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം കേൾക്കുക എന്നുള്ള. നമ്മളെ മക്കൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടാവും. ഇപ്പൊ ചില കുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ടാവും, പ്രത്യേകിച്ച് LP UP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ടാവും. അന്ന് നടന്നത് മുഴുവൻ അപ്പം തന്നെ പറയണം. അന്ന് ക്ലാസ്സിൽ മറ്റേ ടീച്ചർ ഏത് ഡ്രസ്സാട്ടത്, ഈ ടീച്ചർ എന്ത് വർക്കാ കൊടുത്തത്, ആ ചെറുക്കൻ എന്താ ഓളോട് പറഞ്ഞത്, ഇതൊക്കെ പറയേണ്ടി വരും. ഞമ്മക്കാണെങ്കിൽ ഇതിന് വല്ല സമയമുണ്ടോ? ഒരു സമയമില്ല. അപ്പോൾ ഓള് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമ്മ പറയും, ഇനി ഓള് തുടങ്ങി, ഓള് സ്കൂൾ ഇട്ട് തന്നാൽ പിന്നെ എനിക്കൊരു സ്വൈരമല്ല എന്ന് പറഞ്ഞ് മക്കളെ മാറ്റി വെക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ പറയുന്ന വാക്കുകളിൽ അവർക്ക് വരാവുന്ന ചില അപകടങ്ങളുടെ സൂചന ചിലപ്പോൾ കുട്ടികളെ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇന്ന് എന്നോട് സ്കൂൾ വിട്ട് വരുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ വെച്ച് എങ്ങനെ പറഞ്ഞു എന്ന് ഓള് ഇതിൻ്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കേൾക്കാതിരിക്കുന്ന സമയത്ത് അവരെ കേൾക്കാൻ ആളുകളുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് കൊടുക്കേണ്ട സമയങ്ങൾ കൊടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ കുടുംബജീവിതം വിജയിക്കുക. 6ാമത്തെ കാര്യം, ഒരു കുടുംബത്തിന്റെ അലകും പിടിയും വേറെടുത്തുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് സംശയരോഗം എന്ന് പറയുന്നത്. സംശയരോഗം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ അലകും പിടിയും വേറെടുത്തു. ആ സംശയരോഗത്തിന് ദീന് കുറയണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല ദീനിയായി ജീവിക്കുന്ന ആൾക്കാർക്കും സംശയങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ആൾക്കാരുണ്ടാവും. ഈ പലപ്പോഴും ആളുകളുടെ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. ചിലപ്പോൾ ഭയങ്കര സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് പണ്ടെന്നോ സ്കൂളിൽ പഠിച്ചപ്പോണ്ടായ പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓന്നങ്ങനെ നോക്കിയെന്നു, മറ്റൊന്നോട് ഭയങ്കര കമ്പനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓളും ഞാനും ഭയങ്കര ഫ്രണ്ടായിരുന്നു എന്ന് ഏതോ ഒരു പെണ്ണിനെ ചിലപ്പോൾ അങ്ങാടി നിന്നപ്പോൾ മൂപ്പരും പറഞ്ഞിട്ടുണ്ടാവും. അന്ന് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോഴാണ്, നിങ്ങളല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് അന്ന് എന്നോട് പറഞ്ഞിക്കണു ഓളും നിങ്ങളും കമ്പനി ആയിരുന്നു, അപ്പോഴെടുത്തിടുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹ് മറച്ചു വെച്ച കാര്യം നിങ്ങൾ പരസ്യപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ അതിങ്ങനെ സംശയമായിട്ട് കൊണ്ടുനടക്കുക. ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് ഭൂരിപക്ഷം സ്റ്റാഫും സ്ത്രീകളായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഓരോന്ന് വിളിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കേണ്ടി വരും. അപ്പോഴേക്ക് അങ്ങക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പോയാൽ പിന്നെ ഫുള്ള് ഓല കാണാനാണ്, വരിയിൽ വന്നാൽ പിന്നെ ഓൽക്ക് മെസ്സേജ് അയക്കലാണല്ലോ നിങ്ങളെ പണി. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഞാനും കുട്ടികളെയൊന്നും കാണാൻ നിങ്ങൾക്ക് നേരമല്ലല്ലോ. ആ ഒരൊറ്റ വാക്ക് മതി കുടുംബത്തിന്റെ അലകും പിടിയും വേറിടാൻ. അതുകൊണ്ട് സംശയമില്ലാതിരിക്കാനുള്ള
ഒരു ശ്രദ്ധ. സംശയരോഗം നമ്മുടെ കുടുംബത്തെ തകർക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഊഹമെന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ളത്. മാത്രമല്ല, ആയിഷ ബീബിയെ കുറിച്ചുള്ള ആ ആരോപണം ഉണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലൗലാ ഇദ് സമിഅതുമൂഹു ظنൽ മുഅ്മിനു വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് വിശ്വാസികളും വിശ്വാസിനികളും എന്തേ മനസ്സിൽ നല്ലത് ചിന്തിക്കാതിരുന്നത് എന്ന് പടച്ചോൻ ചോദിച്ചു. മുൻഗാമികൾ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിന്റെ സഹോദരന് എന്തെങ്കിലും ഒരു പ്രശ്നം നീ കണ്ടാൽ, ഇപ്പൊ ഒരു ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിന്റെ സഹോദരൻ ചെയ്തത് നീ കണ്ടാൽ, നീ ചിന്തിക്കേണ്ട എന്താന്ന് വെച്ചാല് ഓനിക്ക് അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്നതാണ്, ഒരു ഉദ്ർ നീ കാണണം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് തെറ്റായൊരു ചിന്തക്കുള്ള അവസരം കിട്ടിയാൽ തെറ്റ് ചിന്തിക്കുന്നതിന്റെ മുമ്പ് ഓൻ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന് നീ വിചാരിക്കണം എന്നാണ് മുൻഗാമികൾ പറയാണ്. നീ അങ്ങനെ ഒരു കാരണം ചിന്തിച്ചു, അപ്പൊ നിന്റെ മനസ്സ് പറഞ്ഞോ ഇല്ല, അങ്ങനെ ഒരു കാരണം എനിക്ക് എന്തായാലും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പൊ നീ വേറൊരു കാരണം തേടണം. അപ്പൊ വേറൊരു കാരണവും നിനക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത കാരണം തേടണം. അങ്ങനെ നീ 70 കാരണങ്ങൾ അന്വേഷിച്ചിട്ടും അങ്ങനെ ഒന്നുമല്ല, വേറെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ മനസ്സ് പറയേണ്ടത് എന്താ അറിയോ, എനിക്കറിയാത്ത എന്തെങ്കിലും ഒരു കാരണം ഓനിക്കുണ്ടാവും. എന്നാലും നീ ഒരാളെ സംശയിക്കാൻ പോകരുത് എന്നാണ്. ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ ഇടയിലാണ് ഈ ഒരു സംശയം ഉണ്ടാകുന്നതെങ്കിൽ, മക്കളെയും മാതാപിതാക്കളുടെ ഇടയിലാണ് സംശയം ഉണ്ടാകുന്നതെങ്കിൽ. ഇപ്പോൾ ഒരു മകന് ബാപ്പാനോട് ഭയങ്കര ശത്രുത, അപ്പൊ ആ ശത്രുതന്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ എന്താ വെച്ചാൽ ഈ വന്നു പോനെ സംശയം എന്ന് മാത്രമല്ല, ഒന്നിനാത്രം പോകുന്നൊരു മകന് പെരീക്ക് കയറി വരുമ്പോൾ വാപ്പ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഓന്റെ വായ ഇങ്ങനെ തുറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മണുത്തു നോക്കും. ആ വാപ്പാന്റെ അടുത്ത് ആ കുട്ടിക്ക് ആ വാപ്പാക്ക് എന്തെങ്കിലും ഒരു വില കൊടുക്കുമോ? കുട്ടി എന്തെങ്കിലും തക്കതായ ഒരു കാരണം കിട്ടുമ്പോൾ അന്വേഷിക്കാന്നല്ലാതെ ഇന്നത്തെ കാലം എങ്ങനെയാണ് എന്ന് പറഞ്ഞ് സംശയം പിടിച്ച് മക്കളെ പിന്നാലെ പോയാലോ? അതുകൊണ്ട് സംശയരോഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അലകും പിടിയും വേറെടുത്തും എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് സംശയമുണ്ടാകരുത്, സംശയമുണ്ടാക്കരുത്. ഇപ്പോ ഒരു നമ്പർക്ക് ഒരു പെണ്ണ് ഏതോ ഒരു ചങ്ങായിന്റെ നമ്പർക്ക് അയച്ച എല്ലാ മെസ്സേജും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യും. ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ ഭർത്താവിന് എന്താ തോന്നുക, അയാൾക്ക് അയച്ച മെസ്സേജ് മാത്രം ഇപ്പോൾ ഇങ്ങനെ ഞാൻ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യണം എന്തിനാന്ന് ചിന്തിച്ചാൽ അതുപോലെ തിരിച്ച് നമ്മളെടുത്ത് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അതുപോലെ സംശയിക്കാൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയും ഒരു വൈകുന്നേര സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ 2 സ്വഹാബിമാർ അതിലൂടെ ഇങ്ങനെ വന്നു. അപ്പൊ നബിയും ഭാര്യ അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ ഒരു വഴി മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാനാണ്, ഇതിന്റെ ഭാര്യയാണ്, നിങ്ങൾ പോയിക്കൊള്ളുന്നു. അപ്പൊ ആ സ്വഹാബിമാൻ, റസൂലെ നിങ്ങളെ ഞങ്ങൾ സംശയിക്കുമോ? അതാണ് റസൂലിനെ സംശയിക്കാൻ പറ്റുമോ? അതാണ് റസൂലിനെ സംശയിച്ചോന് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടാകുമോ? ഇല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ ശൈത്താൻ സഞ്ചരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ശൈത്താൻ വന്ന് ഇങ്ങനെ മനസ്സിലെൽപ്പം എന്ത് ചെയ്യും, എന്നാലിപ്പോൾ റസൂല വൈകുന്നേരത്തെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ അവിടെ ഇരുന്നല്ലോ എന്നൊരു ചിന്ത മനസ്സ് കൊടുന്നിട്ടാലോ? റസൂലിന്റെ കാര്യത്തിലാവണോണ്ട് ആ മനുഷ്യന്മാരെ സ്വർഗം വരെ നഷ്ടവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ക്ലാരിറ്റി വരുത്തി, ഞാനും എൻ്റെ ഭാര്യയാണ്, ഞാൻ പൊയ്ക്കോളേ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഒരു സംശയം ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മളടുത്തുനിന്ന് ഉണ്ടാകരുത്. സംശയം ഉണ്ടാക്കരുത്. രണ്ടും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയെ തകർക്കും. 7ാമത്തെ കാര്യം, നമുക്ക് സാമ്പത്തിക രംഗത്ത് ഒരു അച്ചടക്കം ഉണ്ടാകണം. സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കമില്ല എങ്കിൽ അത് നമ്മുടെ കുടുംബ തകർച്ചയ്ക്ക് കാരണമാകും. ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യണ ഭർത്താവ് പൈസ എങ്ങനെ അയച്ചു കൊടുക്കണേ, ഭാര്യ പൈസ കൊണ്ട് തോന്നിയതൊക്കെ വാങ്ങിക്കൂട്ടണേ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര നൂൽപുട്ടിന്റെ അച്ഛൻ്റെ പേരയില് എത്ര ദിവസം നൂൽപുട്ട് ഉണ്ടാക്കലുണ്ട്? മിക്കവാറും ദിവസം നല്ലോണം പാരലാണ് അധികം ഉണ്ടാകുക അല്ലേ? എത്ര നൂൽപുട്ടിന്റെ അച്ഛൻ ഉണ്ടാവും? പിന്നെ എന്തിയാ വാങ്ങിയത് വെച്ചാൽ ഒന്നിങ്ങനെ പീച്ചണാണെങ്കിൽ മറ്റേ ഇങ്ങനെ കറക്കണാണ് അല്ലേ?
ഇത് നൂൽപുട്ട് മാത്രമേ, മറ്റേ മുറുക്കുണ്ടാക്കാൻ പറ്റും. എന്നിട്ട് എത്ര ദിവസം മുറുക്കുണ്ടാക്കിയാണ്? ഇതൊരു സാധു ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരുന്ന പൈസ അല്ലേ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കണേ. പിന്നെ നിങ്ങളൊരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ പൈസ തരുന്നിടത്ത് അയാൾക്ക് കുറച്ചൊരു പിടുത്തം ഉണ്ടാവില്ലേ? ആ പിടുത്തം വരുമ്പോഴൊക്കെ നമ്മളെ പ്രസംഗം തുടങ്ങും. നിങ്ങൾക്കൊക്കെ ജോലി ഉണ്ട്, നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, ഇൻ്റെ കാര്യത്തിന് വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങും അല്ലേ? സാമ്പത്തിക രംഗത്ത് അച്ചടക്കമുണ്ടാകണം. നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം. ഭാര്യമാര് ചെലവഴിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഭർത്താവിന് ഭാര്യയോട് ചില ബാധ്യതയുണ്ട്. അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതുആമിഹിന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ അവസാനത്തെ ഹജ്ജിലെ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ചില ബാധ്യതയുണ്ട്. ഓൾക്ക് തിന്നാൻ കൊടുക്കണം, ഓൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഓൾക്കുള്ളൊരു മാക്സി ഇങ്ങനെ വാങ്ങിക്കൊടുന്ന് ആ സാധു ഇങ്ങനെ നിർത്തി ഇങ്ങനെ അളവ് നോക്കുമ്പോൾ ഇത് എത്ര റുപ്യൻ്റെ നിനക്കറിയോ? വല്ലാണ്ട് സ്വൈരം കെടുത്തിയിട്ട് വാങ്ങി, ഇനി 2 മാസത്തിന് അല്ലെങ്കിൽ 4 മാസത്തിന് എന്നോട് ചോദിക്കരുത് എന്ന് പിന്നെ ഇതിനെ വാങ്ങിക്കൊടുത്തേ. എല്ലാവരെയും കുട്ടികളൊക്കെ പാട് കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് പോരുമ്പോൾ ബില്ലെടുത്ത് കണ്ട് ഓളോട് ഇങ്ങനെ പറയാണ്, ഇന്നിപ്പോൾ 1500 റുപ്യാണ് ചിലവായി, പിന്നെ എന്തിനായിട്ടൊക്കെ വാങ്ങിക്കൊടുത്ത്? അത് ഓർക്ക് നമ്മളിങ്ങനെ പോയി തിന്നണല്ലേ, ഐറ്റാക്ക് അത് കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നല്ല പെണ്ണിന്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ 3ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവളുടെ കൂടല്ലെങ്കിലും അവളുടെ ശരീരത്തെയും നിന്റെ സമ്പത്തിനെയും അവൾ സംരക്ഷിക്കും. ഭർത്താവ് കൂടല്ലെങ്കിലും ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട അവളുടെ ശരീരം, അതുമ്മ കണ്ണ് വെക്കാൻ പറ്റണ ഒരു കോലത്തിൽ ഓള് പുറത്തിറങ്ങൂല. എങ്ങനെയും ആ ശരീരത്തെ പ്രദർശിപ്പിക്കാൻ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഭർത്താവിനെ കാണാൻ പറ്റുന്ന ശരീരത്തെ നാട്ടിലെ മുഴുവൻ കാമക്കണ്ണുകളുടെ മുന്നിലും പങ്കുവെച്ച് കല്യാണത്തിനും സൽക്കാരത്തിനും ഓള് പോകില്ല. മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ടേ പോകുള്ളൂ. മാന്യമായ നിലക്ക് അവളുടെ ശരീരത്തെ അവൾ സംരക്ഷിക്കും. നിന്റെ സ്വത്തിനെയും അവൾ സംരക്ഷിക്കും. നിന്റെ സമ്പത്തിനെ അവൾ സംരക്ഷിക്കും. നാളൊരു പീഡിയക്കാരൻ ഒരു ചങ്ങായിനോട് പറയാണ്, എൻ്റെ കുട്ടികൾ വന്ന് ചോദിക്കണതിൻ്റെ പകുതി സാധനം ഞാൻ കൊടുക്കലുള്ളൂ. ഒരു ചോദിക്കണം മുഴുവൻ ഞാൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഈ അധ്വാനിക്കണം മുഴുവൻ പൈസ എനിക്ക് തന്നാലും മതിയാവില്ല കേട്ടോ. അതായത് ആ പെരയ്ക്ക് എത്ര വേണം ഈ കടക്കാരനൊരു ബോധ്യമുണ്ട്. അപ്പോൾ കുട്ടികൾ വന്ന് ചോദിച്ചാലും ഞാൻ ആ ചോദിക്കണം മുഴുവൻ കൊടുക്കലില്ല. അങ്ങനെ ചോദിച്ചത് മുഴുവൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കണ പൈസ എനിക്ക് തരാനേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ പെരയിലെ സാമ്പത്തിക അച്ചടക്കം എത്രയായിരിക്കും? ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് നമുക്കില്ലാതാകുന്നോ അന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലെ സുഖമില്ലാതെയാകും. കാരണം വാങ്ങിക്കൊടുത്തതിനൊക്കെ കണക്കറിയുന്ന ഒരു ഭർത്താവും കിട്ടിയ പൈസ ഒക്കെ ദൂർത്തടിച്ചുന്ന ഒരു പെണ്ണുമാണ് പെരയിലുള്ളതെങ്കിൽ പിന്നെ അഭിനയിക്കാൻ നല്ലത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കം നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. 8ാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവധാനത എന്നത് ഒരു മുസ്ലിമിൻ്റെ സൽസ്വഭാവമാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിൻ്റെ മുൻപ് ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. കുറേയാണ് ചൂടായി. നമ്മൾ ഇടാൻ വിചാരിച്ചൊരു ഡ്രസ്സ് അത് അലമാരി തിരഞ്ഞ് അലമാരിത്തെ സാധനം മുഴുവൻ വലിച്ചിട്ട് ഓളോട് 4 ചൂടാകലൊക്കെ ചൂടായി ഓൾ അടുക്കളയിൽ നിന്ന് ഉള്ള ഗ്യാസ് ഇതൊക്കെ ഓഫാക്കി ഇങ്ങനെ വന്ന് എന്തിയെന്ന് ചോദിച്ചപ്പോൾ എവിടെ എൻ്റെ ആ ഷർട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ഷർട്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അയൺ ചെയ്ത് അവിടെ തൂക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ? ഈ പറഞ്ഞൊക്കെ ബന്ധായി. അതുകൊണ്ട് അവധാനതയുണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അഫ്ളല ഐശി അദ്റക്നാ ബിസ്സബ്ർ. നമുക്ക് ഏറ്റവും നല്ല ജീവിതം കിട്ടുക ക്ഷമ കൊണ്ടാണ്. വലൗ അന്ന സ്വബ്റ കാന മിനർ റിജാലി കാന കരീമ. ഒരു മനുഷ്യന്, ഒരു പുരുഷന്, ഒരു മനുഷ്യന് ക്ഷമ എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഓനെ മാന്യനാക്കുകയാണ് ചെയ്യുക. അല്ലേ? എൻ്റെ ഭർത്താവ് എടുത്തു പറഞ്ഞ ഒരാളാണ് എന്ന് പറയുന്നതാണോ? മൂപ്പരുണ്ടോ നല്ല ക്ഷമയുള്ള മനുഷ്യനാണ് എന്ന് പറയുന്നതാണോ 4 ആളെ മുന്നിൽ നമുക്ക് മാന്യത? ഇതാരാ സഹോദരങ്ങളെ പറയണത്? ഉമർ റളിയല്ലാഹു അൻഹു പറയണത്. അല്ലേ? ഏറ്റവും കണിശക്കാരനും ശക്തനും ഒരു കാര്യത്തിൽ
തീരുമാനമെടുക്കുമ്പോൾ അതിലേറ്റവും കണിശമായ തീരുമാനമെടുക്കാൻ പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നമുക്ക് ക്ഷമ വേണം കേട്ടോ. ക്ഷമ നമ്മളെ മാന്യന്മാരാക്കും. അതുകൊണ്ട് സംസാരിക്കുന്നിടത്ത് ഒരു അവധാനതയുണ്ടാകണം. വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. വിശ്വാസിക്ക് അല്ലാഹ് തന്ന 2 സവിശേഷ ഗുണമാണ് അൽ ഹിൽമു വൽ അനാത്ത്. വിവേകവും അവധാനതയും അത് നമുക്കുണ്ടാകണം. 9ാമത്തെ കാര്യം, ദീന് നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള സ്ഥാനം എന്താണ് എന്ന് നമ്മൾ പരസ്പരം മനസ്സിലാക്കണം. ഞങ്ങളോട് ഇത്രയും നേരം ഈ 8 പോയിന്റും നിങ്ങൾ മറന്നാലും ഈ 9ാമത്തെ പോയിന്റ് നിങ്ങൾ മറക്കരുത്. ഇതുണ്ട് ബാക്കിയൊക്കെ. നമ്മുടെ പെരീത്ത് ഓരോ നമ്മൾ കൊടുത്ത സ്ഥാനം എന്താണെന്നല്ല, ദീന് അവർക്ക് കൊടുത്ത സ്ഥാനം എന്താണ് എന്ന് മനസ്സിലുണ്ടാവണം. ഇത് മാത്രം മനസ്സിലുണ്ടായാൽ നമ്മുടെ കുടുംബം ഇസ്ലാമിക കുടുംബമാകും. നമ്മൾ ഉമ്മയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ ഓരോ മക്കളും വിചാരിക്കാണ്, പടച്ചോനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ദീന് കൊടുത്ത സ്ഥാനം എന്താ? ദീന് കൊടുത്ത സ്ഥാനം യുദ്ധത്തിന് പോയി ഷഹീദായി സ്വർഗം വാങ്ങാൻ കൊതിച്ച മനുഷ്യനോട് തിരിച്ചുമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മാക്ക് സേവനം ചെയ്യ്, അതാണ് നിനക്ക് ചെയ്യാനുള്ള ജിഹാദ് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ അടുത്തേക്ക്. അതാണ് ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹ് കൊടുത്ത സ്ഥാനം. അപ്പം സംസാരത്തിന് കുറച്ചും കൂടി ഒരു മൃദുലത ഉണ്ടാവൂലേ? അപ്പം നമ്മളെ സംസാരത്തിന് കുറച്ചും കൂടി ഒരു പാകം ഉണ്ടാവൂലേ? ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഒരു പാൽപാത്രവുമായി രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രമാണ് ഗുഹയിലകപ്പെട്ട 3 ആളിൽ ഒരാളുടെ ചരിത്രമെന്ന് നമുക്കറിയുന്നതല്ലേ. ആ പാൽപാത്രവുമായി ഉറങ്ങുന്നവരെ വിളിച്ച് ശല്യപ്പെടുത്താതെ കുട്ടികൾക്ക് കൊടുത്തുകാണ്ട് അന്നത്തെ ദിവസം ഉറങ്ങാതെ ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ഓഹരി ഉണരുന്നത് വരെ കയ്യിൽ പിടിച്ചു കാത്തുനിന്നതാണ്. ആ ഗുഹയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ അല്ല സ്വീകരിച്ച ആ നന്മ അതായിരുന്നു എന്ന് ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എത്ര ദിവസം നമ്മൾ കാത്തിരിക്കും സഹോദരങ്ങളെ. ഓരോ കുട്ടിയും നിസ്സാര കാര്യം പറഞ്ഞ്, ടൂറിൻ്റെ പൈസൻ്റെ കാര്യം പറഞ്ഞ്, മറ്റൊരു കിട്ടിയ ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് 18 തികയുമ്പോൾക്ക് എനിക്കെന്താ നിങ്ങൾ ഐഫോണും സ്കൂട്ടിയും വാങ്ങിത്തരാത്തെന്ന് ചോദിച്ച് വാപ്പാൻ്റെ ഉമ്മാൻ്റെ നേരെ കൈ നീട്ടുമ്പോൾ ഈ മനസ്സ് മക്കൾക്കുണ്ടെങ്കിൽ ആ വാപ്പാനോടും ഉമ്മാനോടും അങ്ങനെ പറയും. ദീന് ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമുക്ക് മനസ്സിലാവണം. അപ്പം നമ്മൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവിന് ഇസ്ലാം കൊടുത്തൊരു സ്ഥാനമുണ്ട്. എന്താ? ഭർത്താവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പദവി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. പടച്ചോന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ മനുഷ്യനോട് പറയുമായിരുന്നെങ്കിൽ, ഭാര്യയോട് ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അപ്പം എത്രയാ സ്ഥാനം? എന്നിട്ട് അയാളോടാണ് ദേഷ്യം കയറുമ്പോൾ മനുഷ്യങ്ങൾ മുണ്ടാ പോയിക്കോളട്ടോ, എൻ്റെ തനി കുണങ്ങൾ കാണും എന്നൊക്കെ പറയും അല്ലേ. വേർത്തങ്ങൾ എന്നെ കൊണ്ട് പിരാന്ത് പിടിപ്പിച്ച. അപ്പം ഈ ഹദീസ് നമ്മളെ മനസ്സിൽ വരണം. പടച്ചോനെ അള്ളാൻ്റെ മുന്നിലല്ലാതെ ഒരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പടച്ചോനോട് പറയുമായിരുന്നെങ്കിൽ, അതിന് പറ്റൂലല്ലോ. ഒരു ഖബറിൻ്റെ മുന്നിലും ഒരു ജാറത്തിൻ്റെ മുന്നിലും ഒരു തങ്ങളെ മുന്നിലും ഒരു വലിയിൻ്റെ മുന്നിലും ഒരു മരത്തിൻ്റെ മുന്നിലും സുജൂദിൽ വീഴാനുള്ള അവകാശം ഇസ്ലാം ഒരു വിശ്വാസിക. അതുകൊണ്ട് അങ്ങനത്തെ പണി ആരെങ്കിലും ചെയ്യണവരുണ്ടെങ്കിൽ അത് നമ്മളെ സ്വർഗം നഷ്ടമാകുന്ന പണിയാണ്. പടച്ചോന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിൻ്റെ രൂപമാണ് സുജൂദ്. അത് കണ്ട കബറങ്ങിയും ജാറത്തെങ്ങിയും കണ്ട മരത്തിൻ്റെയും കല്ലിൻ്റെയും മുന്നിലൊക്കെ പോയി ചെയ്യുന്ന സ്വഭാവം അത് നമുക്ക് സ്വർഗം നഷ്ടമാകും. അങ്ങനെങ്ങാനും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ആ കർട്ടൻ്റെ പിന്നിലിരിക്കണ പല മനുഷ്യന്മാരും ഈ മുന്നിലിരിക്കണ പലരുടെയും മുന്നിൽ സുജൂദ് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം. അത്ര ദറജയുള്ള ഒരാളോട് പടച്ചോനെ ഞാൻ എന്തൊക്കെ പറയണേ, ഞാൻ എന്തൊക്കെ സ്വരത്തിൽ അയാളോട് സംസാരിക്കണേ, അയാൾക്ക് ദീന് കൊടുന്താന്ന് മനസ്സിലുണ്ടായാൽ നമ്മൾ പ്രശ്നം തീരും.
ഇനി പുരുഷന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. ഈമാനിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അത് സ്വഭാവരംഗത്തുള്ള പൂർണ്ണതയാണ്. അതുകൊണ്ട് ആരാണോ മാന്യമായ സ്വഭാവമുള്ളവന് അവനാണ് ഈമാനിന്റെ പൂർണ്ണതയുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളിൽ ഏറ്റവും സ്വന്തം ഭാര്യനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. നമ്മളൊക്കെ പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മൾ അധ്യാപകരുണ്ട്, ഓഫീസിൽ പോണവരുണ്ട്, കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്. നമ്മളെ വണ്ടി കയറിയ ഏത് യാത്രക്കാരും നമ്മളെക്കുറിച്ച് പറയണ്ടല്ലോ, മൂപ്പര് ഭയങ്കര മാന്യനാണ്, പൈസ വാങ്ങണോടത്തും ചോദിക്കണോടത്തും. ഇനി മൂപ്പരെ കൂട്ടിയൊരു സ്ഥലത്തേക്ക് പോയാൽ പല കാര്യം മൂപ്പരനെ ഇടപെട്ട് ചെയ്തു തരും. നമ്മളെക്കുറിച്ച് 100 അഭിപ്രായമാണ് നാട്ടിലെല്ലാവർക്കും. നമ്മളൊരു കട നടത്തുന്ന ആളാണ്, മൂപ്പരെ കടയിൽ പോയാണ്ടല്ലോ ഭയങ്കര മാന്യമായിട്ട് മൂപ്പര് പെരുമാറുള്ളൂ എന്ന് നമ്മളെക്കുറിച്ച് അഭിപ്രായമുണ്ട്. നമ്മളാകുന്ന അധ്യാപകനെ കുറിച്ച് കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും അവരുടെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ആ മാഷുണ്ടല്ലോ, ആ ടീച്ചറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പോലീസ് ഇങ്ങനെ പറയും. പക്ഷേ നമ്മളെക്കുറിച്ച് നമ്മളെ ഭാര്യക്കുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ കൂടെ കഴിയുന്ന പെണ്ണിന് നമ്മളെക്കുള്ള അഭിപ്രായം എന്താണ്? അതാണ് നമ്മളെ സ്വഭാവം. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നതാരാ? അവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ നല്ല ആൾക്കാർ. സഹോദരങ്ങളെ, എല്ലാ പെണ്ണും ചിന്തിക്കുക, അള്ള പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുജൂദ് ചെയ്യാൻ മാത്രം ദറജുള്ള ഒരു മനുഷ്യനാണ് ഇത് എന്ന് എല്ലാ പെണ്ണും ചിന്തിച്ചാലേ, ലോകത്താരെന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ഇവൾക്ക് എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്, അതാണ് എൻ്റെ ശരിയായ സ്വഭാവം എന്ന് മനസ്സിലാക്കി എല്ലാ ഭർത്താവും പെരുമാറിയാൽ ആ കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവുക? എത്ര മനോഹാരിത ആ കുടുംബത്തിനുണ്ട്, ആ ബന്ധത്തിനുണ്ടാകും. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും. 10ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ ജീവിക്കേണ്ടത് കേവലമായ ഈ ദുനിയാവിൻ്റെ കുറഞ്ഞ സമയത്തെ ഒരു ജീവിതം അല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവണം. നമുക്ക് കുടുംബമായി ജീവിക്കേണ്ടത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലും എനിക്ക് കിട്ടണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണിത്. സ്വർഗത്തിലും എനിക്ക് കിട്ടണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണിത് എന്ന് വിചാരിച്ച് ജീവിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്ക് വിട്ടുവീഴ്ച കാണിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരാൾ വേർപെട്ടു പോകുമ്പോൾ അടുത്ത ആള് അപ്പം അവസാനിക്കേണ്ടതല്ല, അപ്പം മനസ്സിന്ന് പറിച്ചു നടേണ്ടതല്ല ഈ ഒരു ജീവിതം എന്ന ബോധ്യം ഉണ്ടാകണം. പ്രാർത്ഥനകളായി പരസ്പരം പാപം പുറത്തു തരാനും പരലോകത്ത് ദറജ കിട്ടാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്ന ആ ഒരു മരണത്തിനപ്പുറമുള്ള ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഈ ബാപ്പിയമ്മയും ഉള്ള കാലത്ത് ഞാൻ പലതും പറയും, പക്ഷേ ഓലിൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടാൽ അതെനിക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു വലിയ നഷ്ടമായിരിക്കും എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ, നമ്മളുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആ മരണത്തിനപ്പുറത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതം സമാധാനത്തിൽ കൊണ്ടുപോകാൻ പറ്റും. 11ാമത്തെ കാര്യം, പരലോകം നമ്മൾ മറക്കരുത്. പരലോകത്തെ നമ്മൾ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്കമാണ് നന്മ എങ്കിൽ ആ നന്മ, തിന്മയെങ്കിൽ ആ തിന്മ പരലോകത്ത് കാണും. ഓളൊരു സാധുവാണ്, ഓൾക്കൊന്നും അറിയില്ല, അതുകൊണ്ട് എങ്ങനെയും വഞ്ചിക്കാം. അങ്ങനെ ആകരുത് അല്ലേ? ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാവും, അങ്ങേയറ്റത്തെ വിശ്വാസമാണ്, നമ്മൾ എന്തു പറഞ്ഞാലും അങ്ങനെ മനസ്സിലാക്കും. അതുകൊണ്ട് ഓളൊരു നിഷ്കളങ്കയാണ്, ഓളൊരു സാധുവാണ്, അതുകൊണ്ട് എന്തും പറഞ്ഞ പറ്റിക്കാം. നമ്മൾ പലരോടും ചാറ്റ് ചെയ്യണു, നമ്മൾ പലരോടും ഫോൺ വിളിച്ച് സംസാരിക്കണു, നമ്മളൊരു മുസ്ലിമിന് പറ്റാത്ത സകലതും ചെയ്തിട്ട് ഓൾക്ക് ഇതൊന്നും മനസ്സിലാകൂല എന്ന് വിചാരിച്ചിങ്ങനെ ജീവിക്കുകയാണ്. അയാളൊരു പരമ സാധുവാണ്, അയാൾക്ക് പലതും, അയാൾക്ക് ഈ ലോകം തിരിഞ്ഞിട്ടില്ല, ഈ പുതിയ കാലമൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് മീൻ കൊണ്ട് വരുന്നവനോടും പച്ചക്കറി കൊണ്ട് വരുന്നവനോടും ഭയങ്കര സൗഹാർദ്ദവും ഭയങ്കര ബന്ധവും എല്ലാ കുശലം പറച്ചിലുണ്ട്. മൂപ്പർക്ക് ഇതൊന്നും മനസ്സിലാകൂല എന്ന് വിചാരിച്ച് ഒരു സാധുവിനെ പറ്റിച്ചാണോ ജീവിക്കണത്?
എൻ്റെ വാപ്പയും മീന്നൊക്കെ പറഞ്ഞ പഴയ ജനറേഷനാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യണ തോന്നിയാസൊന്നും ഓർക്ക് മനസ്സിലാകൂല എന്ന് വിചാരിച്ചിട്ട് പാപ്പാനെയും ഉമ്മാനെയും പറ്റിച്ചാണ് നമ്മൾ ജീവിക്കണത്. എല്ലാം മനസ്സിലാകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അണുവളവാണ് നമ്മൾ ചെയ്തതെങ്കിലും അത് കാണുന്ന ഒരു പരലോകം വരാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കണം. എല്ലാ ചതിയും വഞ്ചനയും പടച്ചവൻ അവിടെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് അവിടെ ഇവിടെ എൻ്റെ ഭാര്യൻ്റെ മുന്നിൽ മാത്രമായിരിക്കും, അവിടെ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ അനിനിറം കാണുന്ന ഒരു കാലം ഉണ്ടാകും. ഓളെ ചിലപ്പോൾ എനിക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷേ വരാനുള്ള പരലോകത്ത് പടച്ചോനെ പറ്റിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എന്നുള്ള ചിന്ത ഭാര്യക്കും ഭർത്താവിനും ഉമ്മാക്കും ബാപ്പാക്കും മക്കൾക്കും ജ്യേഷ്ഠനും അനുജനും ഒക്കെ പെരയിലുണ്ടാവണം. അതുണ്ടാകുമ്പോൾ ഒരു ചാണ് ഭൂമിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കത്തി എടുക്കൂല. പടച്ചോനെ, ഈ ഒരു ചാണ് എൻ്റെ പെങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്, അത് ഞാൻ കൊടുത്തിട്ടില്ല. അത് പോൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ 7 ഭൂമികളിൽ നിന്ന് അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു പരലോകം വരാനുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. അല്ലേ? ഓഹരി വെച്ചപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട പണിയാണത്. അങ്ങനെ ചെയ്യണ കൂട്ടത്തില് പെങ്ങള് ഓർക്കതൊന്നും മനസ്സിലാവൂല എന്ന് പറഞ്ഞ് ഒരു വിലയില്ലാത്ത ഏതൊക്കെയോ സ്ഥലം അയറ്റാക്ക് മര്യാദക്ക് ഒരു വഴിയും കൂടി ഇല്ലാതാണ് കൊടുത്തിട്ട് നമ്മൾ കഴിച്ചിലായിടാന്ന് ജ്യേഷ്ഠന്മാരും അനുജന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു ലോകം അണുവളവാണെങ്കിലും കൊണ്ടുവരുന്നൊരു ലോകം വരാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കണം. അപ്പം നമ്മളെ കുടുംബജീവിതവും വ്യക്തി ജീവിതവും നമ്മളെ കച്ചവടവും ഒക്കെ നന്നാവും. 12ാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തൗഹീദുള്ള, മിതമായി ചെലവഴിക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന, വ്യഭിചാരവും കൊലപാതകവും ശിർക്കുമടക്കമുള്ള വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സകല മ്ലേച്ഛ വൃത്തികളിൽ നിന്നും കണ്ണും കാതും മനസ്സും കൊടുക്കാതെ വിട്ടുനിൽക്കുന്ന, ഖുർആനും ഹദീസും കേട്ടാൽ ചിന്തിച്ചു മനസ്സിലാക്കി കൃത്യമായി ആലോചിച്ച് പ്രമാണങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കുന്ന ആ വിശ്വാസികളുടെ സ്വഭാവം പറയുന്നിടത്ത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ സ്വഭാവം എന്താ? വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ. പ്രച്ചോനെ, മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് കൺകുളിർമ അനുഭവിക്കാനുള്ള അവസരം തരണേ. പ്രാർത്ഥിക്കണം, നമ്മൾ സർവ്വസമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന, മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ആനന്ദം കിട്ടുന്ന, ഇണകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന രൂപത്തിൽ ഒരു കുളിർമ അനുഭവിക്കാൻ പറ്റുന്ന കുടുംബജീവിതം തരണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുന്ന പോലെ മക്കളും മാതാപിതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാതിൻ ലാ തുറദ്, ഒരിക്കലും തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് ദഅവത്തുൽ വാലിദി ലി വലദി. ബാപ്പ കുട്ടിയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉമ്മ കുട്ടിയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മക്കളോട് പറഞ്ഞു തിരിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിൽ കുറേ പ്രാർത്ഥന ഉണ്ട്, അല്ലേ? എമ്പാടും പ്രാർത്ഥന. ഖുർആനിൽ എത്ര പ്രാർത്ഥന ഉണ്ട്, ഹദീസുകളിൽ എത്ര പ്രാർത്ഥന ഉണ്ട്. പക്ഷേ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടോ ഖുർആനിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടീഷൻ വെച്ചൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? പടച്ചോനെ, ഞാൻ എത്ര നന്മ ചെയ്തോ അതിനനുസരിച്ച് നീ സ്വർഗം തരണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ഞാൻ എത്ര സ്വതക്ക കൊടുത്തോ അതിൻ്റെ തോതനുസരിച്ച് ദുരിതങ്ങളിൽ നിന്ന് എന്നെ കാത്തോളണേ റബ്ബേ എന്ന പ്രാർത്ഥന ഉണ്ടോ? ഞാൻ എത്ര സുന്നത്തായ കാര്യങ്ങൾ ചെയ്തോ അതിനനുസരിച്ച് നീ എനിക്ക് ആരോഗ്യം തരണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടോ? പക്ഷേ റബ്ബി റഹംഹുമാ, പടച്ചോനെ എൻ്റെ മാതാവിനും പിതാവിനും നീ കരുണ ചെയ്യണം. എന്താ ബാക്കി? കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവരെങ്ങനെയാണോ എന്നെ വളർത്തി വലുതാക്കാൻ കഷ്ടപ്പെട്ടത് അതനുസരിച്ച്. അപ്പം നമ്മളെ കുട്ടികളെയും മക്കളെയും നോക്കാനുള്ള കഷ്ടപ്പാടിനനുസരിച്ചാണ് പടച്ചോങ്ങട്ട് തരിക. അതുകൊണ്ട് ആ രംഗത്ത് നമുക്കൊരു സൂക്ഷ്മത വേണം.
പുതിയ കാലമാണ്. കുട്ടികൾ എന്ത് പറഞ്ഞാലും ഓല വൈക്കണ് വിടുകയല്ല. നല്ലോണം ശ്രദ്ധിക്കണം. മക്കളെ വളർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഞാൻ സ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ സഹിച്ച ഏറ്റവും വലിയ വേദന പ്രസവ വേദനയായിരിക്കും. പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട ഏറ്റവും വലിയ കഷ്ടപ്പാട് അവർക്ക് പാല് കൊടുത്തപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം പറ്റിയിട്ടുണ്ടാകും. അതിൻ്റെ മുമ്പ് അവർ ഗർഭം ചുമന്നപ്പോൾ കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടാവും. ഞാൻ പറയണു, ഇതിനേക്കാളൊക്കെ വലിയ കഷ്ടപ്പാടാണ് പുതിയ കാലത്ത് ആ മക്കളെ മര്യാദക്ക് വളർത്തുക എന്നുള്ളത്. പ്രസവത്തിന് നിങ്ങൾ ശരീരം കൊണ്ട് അനുഭവിച്ച വേദനയേക്കാളും വലിയ ത്യാഗമാണ് പുതിയ കാലത്ത് മക്കൾ വഴിതെറ്റാതെ അവരെ വളർത്തുക എന്നുള്ളത്. അതുകൊണ്ട് ആ രംഗത്ത് നല്ല സൂക്ഷ്മത നമുക്കുണ്ടാകണം. ഇങ്ങനെ പരസ്പരം പ്രാർത്ഥിച്ച്, ഞാൻ അവിടങ്ങളിലായിട്ടുള്ള 10-12 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഇതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ, മരിക്കുന്ന നിമിഷം വരെ ആ ആദർശത്തിന് വേണ്ടി പണിയെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് കൺകുളിർമ അനുഭവിക്കുന്ന ഭാര്യയാകാൻ, ഭർത്താവാകാൻ, ഉമ്മയാകാൻ, ബാപ്പയാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് കുളിർമയും സന്തോഷവും നൽകുന്ന, ഇണകൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന നല്ല മക്കളാകാൻ, ഇണകളാകാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുമ്പോഴൊക്കെയും തന്നിൽ നിന്ന് വിട പറഞ്ഞ ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച് ചിന്തിച്ച് ഈ സദസ്സിലിരുന്ന ചിലരെങ്കിലുമൊക്കെ ഉണ്ടാകും. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ അള്ളാഹു അത്തരം ആളുകളെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ ആദ്യാവസാനം ഈ സംസാരം കേൾക്കുമ്പോഴും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോഴും അവസരം കിട്ടാതെ ഇത് കേട്ടിരുന്ന ആളുകളുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 2 ലോകത്തും സ്വാലിഹീങ്ങളായ നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളോടുള്ള ബാധ്യതകൾ പറയുമ്പോഴൊക്കെയും ഒരു മക്കളില്ലാത്തതിൻ്റെ സങ്കടം അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകും. അള്ളാഹു അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ഫലസ്തീനിൽ, ഗസയിൽ, ഖുദ്സിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വാസികൾ, പൊന്നമക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ ദറജ കൊടുത്ത് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ആ മണ്ണിനെ വിശ്വാസികളുടെ കൈകളിലേക്ക് അള്ളാഹു തിരിച്ചേൽപ്പിക്കുന്ന സന്തോഷത്തിൻ്റെ പുലരിക്ക് സാക്ഷ്യം വഹിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.